നമുക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് എപ്പോഴും അവരുടെ മുഖ്യമന്ത്രിയെയാണെങ്കിലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയാണെങ്കിലും തീരുമാനിക്കുക. ആദ്യമായി ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന വി ഡി സതീശന് പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം കിട്ടുന്നത്. അതായത് രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്ന ചിലരും ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന ചിലരും ഹൈക്കമാൻഡിനെ വി ഡി സതീശനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറയുന്നിടത്താണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. അതോടുകൂടി തന്നെ കേരളത്തിൽ ഈ AI ഗ്രൂപ്പ് എന്നത് അവസാനിച്ചു. ഇന്നിപ്പോൾ നമുക്ക് A ഗ്രൂപ്പിൻ്റെ നേതാവ് ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ A ഗ്രൂപ്പാണോ? ബെന്നി ബെഹനാൻ A ഗ്രൂപ്പാണോ? KC ജോസഫ് A ഗ്രൂപ്പാണോ? ആ അർത്ഥത്തിൽ K ബാബു A ഗ്രൂപ്പാണോ? A ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടോ ഇപ്പം? യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ ഗ്രൂപ്പിനെ ഒന്നുകൂടി സ്വരുക്കൂട്ടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ മൂപ്പളമ തർക്കമുണ്ടായി. തിരുവഞ്ചൂർ വിചാരിക്കുന്നത് തിരുവഞ്ചൂരാണ് A ഗ്രൂപ്പിൻ്റെ ലീഡർ എന്നാണ്. ബെന്നി ബെഹനാൻ വിചാരിക്കുന്നത് ബെന്നി ബെഹനാനാണ് ശരിക്കും അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരേണ്ടതെന്നാണ്. PT തോമസ് മരിക്കുന്നതിന് മുമ്പ് PT തോമസും ആഗ്രഹിച്ചിരുന്നത് ആ ഗ്രൂപ്പിനെ ഞാൻ ലീഡ് ചെയ്യണം എന്നാണ്. KC ജോസഫും അങ്ങനെ തന്നെ ആഗ്രഹിച്ചു. ചുരുക്കത്തിൽ ആ ഗ്രൂപ്പ് ഛിന്നഭിന്നമായി പോയി എന്നുള്ളതാണ് വസ്തുത.